ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുക. അപ്പം ഞങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് എന്നെ വിളിച്ച് എന്ന് പറഞ്ഞു, ഒന്ന് ICU വരെ വരാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും കേട്ട കഥയാണ് എനിക്ക് ഈ 12 വർഷത്തിൽ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയത്. ഒരു 42 വയസ്സുകാരി, 2 കൊച്ചുമക്കൾ, 6 വയസ്സ് 4 വയസ്സ്. ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഡ്രൈവർ. പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ശ്വാസം മുട്ടൽ വന്നിട്ട് ഉടനെ അവർ കോരിയെടുത്ത് ആശുപത്രി കൊണ്ടുവന്നത്. നമ്മൾ നേരെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത് ശുശ്രൂഷിക്കുന്നത് കണ്ണൻ എന്ന് പറഞ്ഞൊരു നേഴ്സായിരുന്നു. ആ ഇൻറ്ററാക്ഷനിൽ കണ്ണന് മനസ്സിലായി ഇവരുടെ കയ്യിൽ ആ ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ ICUവിലെ ചാർജ് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നുണ്ട്. 2 ദിവസം അങ്ങനെ ശുശ്രൂഷിച്ചപ്പോഴത്തേക്കും ആ ഇടയ്ക്കാണ് കണ്ണൻ്റെ ഫാദർ മരിച്ചു. 10-15 പേര് ഈ സ്റ്റാഫെല്ലാം കൂടെ കണ്ണനെ സമാധാനിപ്പിക്കാനായിട്ട് കണ്ണൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുടില, കാര്യമായിട്ടൊന്നുമില്ല. അവരെന്നിട്ട് തിരിച്ച് വന്നിട്ട് കുറച്ച് പൈസ കളക്ട് ചെയ്തു, എങ്ങനെയെങ്കിലും കണ്ണന് കൊടുക്കാനായിട്ട്. അത് കളക്ട് ചെയ്തിട്ട് കണ്ണൻ്റെ കൈ കൊടുത്തു. കണ്ണൻ ചെയ്തത് അതുപോലെ താഴോട്ട് എടുത്തുകൊണ്ട് പോയി ബില്ലിങ്ങിൽ അടച്ചു. ഈ പേഷ്യൻറ്റിന് വേണ്ടി നഴ്സിംഗ് സൂപ്രണ്ട് എന്നോട് വന്ന് പറഞ്ഞത് ഇതാണ്, ഒന്ന് വന്ന് കാണണേ. കണ്ണനൊന്നുമില്ല. പക്ഷേ കണ്ണൻ ഓർത്തു, കണ്ണൻ ശുശ്രൂഷിക്കുന്ന ഈ പേഷ്യൻ്റ് അവർ ബിൽ പേ ചെയ്യേണ്ട വന്നാൽ അവരുടെ കയ്യിൽ ഒന്നും കാണുന്നില്ല. ഞാൻ ഓടിച്ചെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഓട്ടോ വിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് പോയി ആ ഓട്ടോ തിരിച്ചു വാങ്ങിച്ചു. ഇവരുടെ ബില്ലെല്ലാം ഞങ്ങൾ അടച്ച് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഇവർ കുടുംബമായിട്ട് എന്നെ കാണാൻ വന്നു ഡയറക്ടറേറ്റിൽ. അപ്പം ഹസ്ബൻഡും വൈഫും ഓട്ടോ ഉണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്, ഈ 2 കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് ജീവിക്കുന്നത്. നേരെ മറിച്ച് കണ്ണൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ആൾ സൗഖ്യമായേനെ, പക്ഷേ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വരുന്ന ഒരു വലിയ പ്രശ്നമായത്, നമ്മൾ വലിയ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു, നല്ല ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു, സൗഖ്യം കൊടുത്തു, പക്ഷെ ജീവിക്കാനായിട്ടുള്ള മാർഗം അവർക്ക് കാണുന്നില്ല. ഇത് നമ്മുടെ ഗവൺമെൻറ്റ്സ് ഒന്നും മനസ്സിലാക്കുന്നില്ല. ദാറ്റ് നല്ല ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്താലും അവരുടെ ജീവിതത്തിനെ പറ്റി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മരുന്നാണ്, പക്ഷേ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല. ICUവിൽ കിടക്കുന്ന പേഷ്യൻ്റ് സൗഖ്യമാക്കുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ പോരാ, വന്ന് കാണുന്നവരെ അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ കുടുംബം എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഒരിടത്തും അവർ എത്തുന്നില്ല.